തിരമാലകൾ കടലോരത്ത് തീർക്കുന്ന അപൂർവതകളെ ക്യാമറയിൽ പകർത്തി അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് ഫോട്ടോഗ്രാഫറായ കാസർകോട്ടെ അമീർ അലി ഒളവറ. ഷാർജയിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ അമീർ അലി ഗോവയിലെ ബാഗ ബീച്ചിൽ നിന്ന് പകർത്തിയ ഫോട്ടോകൾ ജൈവ വൈവിധ്യങ്ങളുടെ കാഴ്ചകളാണ്. ഒറ്റ നോട്ടത്തിൽ സാൻഡ് ആർട്ട് എന്ന് തോന്നും വിധത്തിലാണ് അമീർ അലി ഒളവറയുടെ ഫോട്ടോകൾ. വനവൽക്കരണത്തിന്റെ ആവശ്യകത മണ്ണും ജലവും ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങൾ. ഗോവയിലെ ബാഗ ബീച്ചിൽ നിന്ന് പകർത്തിയ ഫോട്ടോകൾ അബുദാബി, ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലായി ഒരു മാസക്കാലത്തോളം പ്രദർശിപ്പിച്ചതോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയുണ്ടായി. 2024 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അമീർ അലി അർഹനായി. തിരമാലകൾ തീരങ്ങളിൽ വൃക്ഷങ്ങളെ വരക്കുന്നതായിട്ടാണ് അമീർ അലിയുടെ മനസ്സിൽ പതിഞ്ഞത്. കടലോരത്ത് തിരമാലകൾ തീർത്ത അപൂർവതകളെ സെക്കൻഡുകൾക്കകം ക്യാമറയിൽ പകർത്തുകയായിരുന്നു. ഗോവയിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ് കാണുന്നത്. ഗോവ ബാഗ ബീച്ച്. ഫസ്റ്റിൽ എനിക്ക് ഒരു കൈന്റെ നമ്മളൊരു ഉള്ളങ്കൈന്റെ ഒരു രൂപത്തിലുള്ള ഒരു ചിത്രമാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യേണ്ടി വന്നത്. അതിൽ ശരിക്കും എനിക്ക് ഫീൽ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെ കൈന്റെ ഒരു വിരൽ എങ്ങനെ നഷ്ടപ്പെട്ടതിനുണ്ടെന്ന് ഇത്രത്തോളം പെയിൻ ആയിരിക്കും. അതായിരിക്കും ഒരു മരത്തിന്റെ ശില്ലകൾ കട്ടായി പോയി കഴിഞ്ഞാൽ അതിനുണ്ടാകും. അതിനാണ് ഞാൻ പിക്ചർ ബാക്കി ഇങ്ങനെ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 10-30 പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ടൈം മാത്രമേ ഇതിനുള്ളൂ. വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് അടുത്ത തിര വന്നു കഴിഞ്ഞാൽ ഇമേജിന് ഇല്ലാണ്ടാവും. ഫോട്ടോകൾ കണ്ടാൽ ഒരു ചിത്രകാരൻ വരച്ച മരങ്ങളെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. ഷാർജയിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ അമീർ അലി വനനശീകരണത്തിനെതിരെയുള്ള 100ഓളം ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ നടന്നുവരുന്ന ഫോട്ടോ പ്രദർശനം ആയിരങ്ങളെ ആകർഷിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്.